നമ്മൾ നവരാത്രി സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഞാനൊരു വീഡിയോ, നമ്മുടെ ഈ വീഡിയോയിൽ നവരാത്രി സ്പെഷ്യലായിട്ട് ഗീവ് അവേ വയ്ക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ എല്ലാവരും കണ്ടു നോക്കണം. ഞാൻ ഈ വീഡിയോയിൽ ബാക്കിയുള്ള കാര്യമെല്ലാം പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കുന്നതായിരിക്കുമല്ലോ നുറുക്ക് ഗോതമ്പ്. അപ്പോൾ ഒരു ചെറിയൊരു ബൗളിൽ ഞാനിപ്പോൾ ഒരു കുറച്ച് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതേ ബൗളിൽ തന്നെ ഒരു ബൗൾ ശർക്കര, നെയ്യ് ഒരു ബൗൾ വേണ്ട, 1/4 ബൗൾ മതി, അതായത് 1/4 കപ്പ്. അപ്പോൾ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് എടുത്തിട്ടുണ്ട്, 3-4 ടേബിൾ സ്പൂൺ, 2ആയിട്ട് പിളർന്ന് എടുത്തിട്ടുള്ളതാണ്. ഇനി ഏലയ്ക്ക 3-4 എടുത്തിട്ടുണ്ട്. മഖാണ അതേ ബൗളിൽ തന്നെ ഒരു ബൗൾ മഖാണയും എടുത്തിട്ടുണ്ട്. മഖാണ താമര വിത്താണ്, ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആ ഗോതമ്പ് അളന്നെടുത്ത അതേ ബൗളിൽ തന്നെ 3 ബൗൾ വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ അളവിൽ ബാക്കിയുള്ളതെല്ലാം എടുത്താൽ മതി, അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വെള്ളം ചൂടാക്കാനായിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് സ്റ്റൗവിലേക്ക് ഞാനിപ്പോൾ ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നിറമൊന്നും മാറിപ്പോകണ്ട, ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് തന്നെ ഗോതമ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമുക്ക് മഖാണ ഞാനിത് സെപ്പറേറ്റ് ആയിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മഖാണ അതെല്ലാം അബ്സോർവ് ചെയ്തെടുക്കും. അതുകൊണ്ട് 1 ടീസ്പൂൺ നെയ്യ് ആദ്യം ഒഴിച്ചിട്ട് ഇത് മഖാണ റോസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള നെയ്യും കൂടെ ഒഴിച്ച് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഇത് സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് നുറുക്ക് ഗോതമ്പ് ഞാൻ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് നിറമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല ഒരു മണമൊക്കെ വരും. ഇപ്പോൾ നിറമൊക്കെ ഒന്ന് മാറി അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സൗണ്ട് കേൾക്കാം. ആ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നല്ല ഗോതമ്പൊക്കെ നല്ല മൂത്ത് വരുന്ന നെയ്യിൽ കിടന്നിട്ട് വരുന്ന ഒരു മണം വരുന്നുണ്ട്, നല്ലൊരു മണമാണ്. ഇപ്പോൾ ആ വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറേശ്ശെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ബാക്കിയുള്ള വെള്ളവും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ബാക്കിയുള്ള വെള്ളവും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഈ സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്ത് കൊടുക്കേണ്ടത്. ഗോതമ്പ് റോസ്റ്റ് ചെയ്യുമ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം. ഇനി പാത്രം തന്നെ ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആ ശർക്കരയും ഇട്ട് കൊടുത്തിട്ട് ഗോതമ്പ് അളന്നെടുത്ത അതേ ബൗളിൽ തന്നെ ഒരു ബൗൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കി എടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് മെൽറ്റാക്കി ഒന്ന് എടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് ഇനി ഗോതമ്പ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഇത് കുറച്ച് വെള്ളമൊക്കെ നന്നായിട്ട് ഇപ്പം വറ്റി വന്നിട്ടുണ്ട്, എന്നാലും കുറച്ച് വെള്ളം ഇതിലുണ്ട്. നമുക്ക് ഇനി ഇത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ശകലം ഗോതമ്പ് കയ്യിലെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പം ഞാനിനി അതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി എന്നാൽ വെള്ളം ഒന്ന് വെച്ചെടുക്കാൻ വേണ്ടി ഞാൻ സിമ്മിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ആ മഖാണയെ ഞാൻ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഗോതമ്പ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു അരിപ്പയിലൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്തെങ്കിലും കല്ലോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആ ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ശർക്കര പാനിയിൽ കിടന്ന ആ ഗോതമ്പെല്ലാം നല്ലതായിട്ട് ആ ശർക്കരയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ലൊരു ടേസ്റ്റാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. ശർക്കരയും നെയ്യും ഒക്കെ ചേർന്നാണ്, ഗോതമ്പും ഒക്കെയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടും. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇവിടെ നവരാത്രി സമയത്ത് ദേവീക്ഷേത്രങ്ങളിൽ കിട്ടുന്ന ഒരു പ്രസാദി കൂടിയാണ്. നവരാത്രിക്ക് മാത്രമല്ല, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്.
നമുക്ക് വീട്ടിലും നിവേദ്യമായിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റിയൊരു ഡിഷ് കൂടിയാണ്. ഇപ്പോൾ നന്നായിട്ട് ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത് ലൂസായിട്ടാണ് വേണമെന്നുള്ളവർക്ക് ഇത് നേരത്തെ കുറച്ചുകൂടെ മുമ്പ് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം വറ്റിച്ചിട്ടാണ് എടുക്കുന്നത്. വെള്ളം അതെല്ലാം അവരവരുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിതിലേക്ക് മഖാണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഖാണ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ പലതരത്തിലുള്ള ഡിഷുകൾ ഈ മഖാണ കൊണ്ട് തയ്യാറാക്കാറുണ്ട്. അങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് സർവിങ് ഡിഷിലേക്ക് ഏലക്കപ്പൊടിയും ചേർത്തിട്ട് സർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. എല്ലാവരും തയ്യാറാക്കി കഴിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മറക്കരുത്. ഞാനിപ്പോൾ ഇനി നമ്മൾ ഈ പ്രാവശ്യം വെച്ചിരിക്കുന്ന ഗീവ് അവേയെക്കുറിച്ച് ഞാൻ പറയാം. എല്ലാവരും പെട്ടെന്ന് കമൻ്റ് ഇടാൻ നോക്കൂ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് കമൻ്റ് ഇടാൻ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ റാൻഡമായിട്ടാണ് ആളിനെ സെലക്ട് ചെയ്യുന്നത്. നമ്മളിപ്രാവശ്യം ഒരു നോൺ സ്റ്റിക്ക് കടായിയാണ് നമ്മളിപ്രാവശ്യം ഗിഫ്റ്റായിട്ട് വെച്ചിട്ടുള്ളത്. ആമസോൺ വഴിയാണ് നമ്മളിത് എത്തിച്ചേരുന്നതും. അപ്പോൾ ഡയറക്റ്റ് ആമസോണിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് എത്തിച്ചേരും. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് കമൻ്റ് ഇടാൻ മറക്കണ്ട. ഇനി ഗ്ലാസ് ലിഡോട് കൂടിയ ഒരു കടായിയാണ് നമ്മളിത് ഈ പ്രാവശ്യം വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും കടായി ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. കളറ് റെഡ് കളറാണ്. ഈ കളർ ചോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കളറ് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ഇൻഡക്ഷൻ കുക്കിലൊക്കെ വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്